ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനീർ പൂവ് പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു എപ്പിസോഡില് ഭയങ്കരമായിട്ട് നമ്മളെ കരയിപ്പിക്കോട്ടെ കുറെ കൂടെ രംഗങ്ങളുണ്ട്. ആദ്യം തന്നെ നമ്മുടെ അച്ഛനും നമ്മുടെ അമ്മയും തമ്മിൽ, നമ്മുടെ രവീന്ദ്രനും ചന്ദ്രയും തമ്മിലുള്ള ഒരു രംഗം തന്നെയാണ്. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ കുറെ പറയുന്നു കേട്ടോ, എനിക്കൊരു പനി വന്നാൽ പോലും നിനക്ക് സഹിക്കില്ലല്ലോ. ഇപ്പൊ എനിക്കറിയാം നീ ഒത്തിരി സങ്കടപ്പെട്ട് കാണുമെന്ന്. എന്താ പറയാ, പണ്ട് ഫോണില്ലാതിരുന്ന സമയത്ത് പോലും നീ എന്റെ ബസ് പോകുന്ന ഒരു സമയം ഓർത്ത് വെച്ച് നീ വഴിയരികിലൊക്കെ വരുമായിരുന്നല്ലോ എന്നൊക്കെ നമ്മുടെ രവീന്ദ്രൻ ചന്ദ്രയോട് പറയുന്നുണ്ട്. അപ്പൊ ചന്ദ്രയുടെ ആ ഒരു സ്നേഹം എത്രത്തോളം മാറുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലെ. അതിനുശേഷം നമ്മുടെ സച്ചി വരുന്നുണ്ട്. സച്ചി വരുമ്പോൾ അച്ഛനെ തുരുതുരാ കുറെ ഉമ്മ വയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ചന്ദ്രയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നു കേട്ടോ, അമ്മയ്ക്ക് വേണ്ടി മേടിച്ചതാണെന്നും പറഞ്ഞിട്ട്. അപ്പൊ നമ്മുടെ ചന്ദ്ര ആദ്യം കുറെ ഇങ്ങനെ കാര്യങ്ങൾ ഓർക്കും കേട്ടോ, ഫ്ലാഷ് ബാക്ക് പോലെ. പണ്ട് സച്ചിക്ക് ഭക്ഷണം എടുത്തു കൊടുക്കുന്ന അച്ഛൻ പറയുമ്പോൾ, നമ്മുടെ രവീന്ദ്രൻ പറയുമ്പോൾ ചന്ദ്ര പറയുമായിരുന്നു, ഞാൻ ഫ്രിഡ്ജിലെല്ലാം എടുത്തു വെച്ച് പോയി, വേണമെങ്കിൽ ഞാൻ പുറത്തു പോയി കഴിക്കട്ടെ എന്നൊക്കെ പറയുമായിരുന്നു. ആ രംഗങ്ങളൊക്കെ നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ ഓർക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിനുശേഷം സച്ചി വന്നിട്ട് വേണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, ഫുഡ് കഴിക്കാതെ ഇങ്ങനെ കളർന്നിരിക്കാനാണോ, അമ്മയ്ക്ക് ഇന്നലെയും ഒന്നും കഴിച്ചില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ തന്നെ ചന്ദ്രയുണ്ടല്ലോ സ്പീഡിൽ തന്നെ ഭക്ഷണമൊക്കെ മേടിച്ച് അവർ സന്തോഷത്തിൽ കരഞ്ഞുകൊണ്ട് കഴിക്കുന്ന ഒരു രംഗമുണ്ട് കേട്ടോ. അപ്പൊ അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ഇത് കാണുമ്പോൾ നമ്മുടെ രവീന്ദ്രനും കണ്ണ് നിറഞ്ഞു ഒഴുകുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ചന്ദ്രമതി ആണെങ്കിലും ഭയങ്കര ആസ്വദിച്ച് ആ ഒരു സന്തോഷവും കരച്ചിലും നമുക്ക് അതിൽ ആ ഒരു ഒരൊറ്റ ആ ഒരു രംഗങ്ങളിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും കേട്ടോ. നമ്മുടെ ചന്ദ്രമതിയുടെ ഉള്ളിലും നമ്മുടെ സച്ചിയോട് ഭയങ്കര സ്നേഹം ഉണ്ടെന്നുള്ളത്. അപ്പൊ എന്തായാലും അമ്മ മകൻ ഒരു സ്നേഹം കൂടി തളർക്കുന്ന ഒരു മുഹൂർത്തങ്ങളാട്ടോ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത്. അതിനുശേഷം നമ്മുടെ രേവതിയുടെ വീട്ടിൽ ഇങ്ങനെ ചർച്ച കേട്ടോ. അപ്പൊ രേവതിയുടെ അമ്മ രേവതി പറയുന്നുണ്ട്, നിനക്ക് അച്ഛനെ ഉണർത്തി നിന്റെ ഒരു സത്യാവസ്ഥകളൊക്കെ ബോധ്യപ്പെടുത്താറുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ രേവതി പറയുന്നുണ്ട്, അച്ഛൻ നല്ല മയക്കത്തിലായിരുന്നു അമ്മ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ ചരട് കെട്ടിക്കൊടുക്കാൻ പറ്റിയത് അശ്വകേട്ടൻ അവിടെ ഉണ്ടായത് കൊണ്ടാണ്, അതൊരു ഭാഗ്യമായി എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ രേവതി ഇങ്ങനെയും പറയുന്നുണ്ട്, അച്ഛൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അമ്മേ, അച്ഛേട്ടൻ എന്നെ ഇവിടെ വന്ന് വിളിക്കാതെ ഞാൻ പോകില്ല എന്നും തീർത്തും നമ്മുടെ രേവതി അമ്മയോട് പറഞ്ഞിട്ട് പോകുന്നതിന്റെ രംഗവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഈ അച്ഛന് ബോധം വരുമ്പോൾ തന്നെ എല്ലാവരും ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. സച്ചിയും ചന്ദ്രമതി ഓൾറെഡി കണ്ടു, ശ്രുതിയെ അന്വേഷിക്കുന്നുണ്ട്, ശ്രീകാന്തിനെ അന്വേഷിക്കുന്നുണ്ട്, രേവതിനെ അന്വേഷിക്കുന്നുണ്ട്, ഇവരൊക്കെ എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട്, തൽക്കാലം നിങ്ങളതൊന്നും അന്വേഷിക്കേണ്ട, പിന്നീട് അതിനെപ്പറ്റി സംസാരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അച്ഛനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അച്ഛൻ ആദ്യം ചോദിക്കുന്നത് അവരൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. അവരെന്നെ കാണാൻ വന്നില്ലേ, അവരെന്താ ഈ വീട്ടിൽ വരാത്തെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അച്ഛൻ. അതിനുശേഷം നമ്മുടെ സച്ചിയോട് പറയുന്നുണ്ട്, സച്ചി നീ അന്ന് കുടിച്ചിട്ട് ചെയ്തത് ഭയങ്കരമായിട്ടുള്ള തെറ്റ് തന്നെ ആയിപ്പോ, അന്ന് നീ ശ്രുതിയെ തള്ളിയിട്ടു, നീ മനഃപൂർവ്വം ഒരു പെണ്ണിനെയും സ്ത്രീയെയും ഉപദ്രവിക്കാത്തതാണെന്ന് എനിക്കറിയാം, നീ ഭാര്യയെ പോലും തല്ലിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ആ ഒരു ഡയലോഗ് എനിക്ക് അത്ര തേച്ചിട്ടില്ല കേട്ടോ. എന്നാ ഭാര്യയെ പോലും തല്ലിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ, ഭാര്യയെ തല്ലാനുള്ള ലൈസൻസ് എല്ലാ ഭർത്താക്കന്മാർക്കും ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം അവിടെ എന്റെ മനസ്സിൽ വന്നു കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയെന്ന് അറിയില്ല, എന്തായാലും അതൊരു ശരിയായിട്ടുള്ള ഒരു ഡയലോഗായിട്ട് എനിക്ക് തോന്നിയില്ല. നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ, അത് അത്ര ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ, ഭാര്യയെ പോലും തല്ലിയിട്ടില്ല എന്നാട്ടോ പറയുന്നത്. അപ്പൊ അതിനുശേഷം നമ്മുടെ അച്ഛൻ നമ്മുടെ ശ്രുതിയോടൊക്കെ മാപ്പ് പറയാൻ നമ്മുടെ സച്ചിയോട് പറയുന്നുണ്ട്, ഇങ്ങനെ അന്ന് നീ എന്തായാലും മനഃപൂർവ്വമല്ല ഉന്തിയിട്ടതെന്ന് അറിയാം, പക്ഷെ അന്നത്തെ ആ ഒരു ഉന്തിലും തള്ളലും നീ ശ്രുതി ഉന്തിയിട്ടു, നീ എന്റെ വലിയടത്തിയല്ലേ ശ്രുതി, അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല, നീ അവളോട് മാപ്പ് പറയണമെന്ന് നമ്മുടെ അച്ഛൻ പറയുമ്പോൾ നമ്മുടെ സച്ചി ആ ഒരു ശ്രുതിയോട് മാപ്പ് പറയാൻ പോകുന്നൊരു രംഗമായിട്ട് നമുക്ക് ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത്. എനിക്ക് അച്ഛന്റെ കാര്യത്തിലും കുറച്ചൊക്കെ എന്താ പറയാ ഇത് എതിരഭിപ്രായമൊക്കെ ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അച്ഛൻ പറയുന്നത് പോലെ മക്കൾ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു ധാരണയാണ് അച്ഛന്റെ ആ ഒരു പറയുന്നത് പോലെ അനുസരിച്ചില്ലെങ്കിൽ ഭയങ്കര ഇത്രയ്ക്കും സങ്കടം. അത് ശ്രീകാന്ത് ഒരു മുതിർന്ന പയ്യനല്ലേ, അപ്പൊ അവന്റെ ഇഷ്ടവും മക്കളുടെ ഇഷ്ടവും കൂടി കണക്കിലെടുക്കണമല്ലോ. ഇപ്പൊ ശ്രുതിയുടെ കാര്യം തന്നെ ആയാലും, ശ്രുതി ആദ്യം എന്താ പറയാ രേവതിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടും പൈസ കൊടുത്തിട്ട് എനിക്ക് ഇത്ര ലക്ഷം രൂപ തരാം എന്നും പറഞ്ഞിട്ട് നീ കെട്ടിക്കോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു മക്കളുടെ ഇഷ്ടം നോക്കാതെ ഒരു പൈസയുടെ പുറത്ത് ആ ഒരു കച്ചവടം പോലെയായിരുന്നു ആ ഒരു കല്യാണം, നമ്മുടെ രേവതിയും ശ്രുതിയുമായിട്ടുള്ള ഒരു കല്യാണം ഉറപ്പിച്ചപ്പോൾ. അതിനുശേഷം നമ്മുടെ സച്ചിയുടെ കാര്യത്തിൽ അത് തന്നെ നമ്മുടെ അച്ഛൻ പറഞ്ഞു, സച്ചി കെട്ടി, അതും അച്ഛന്റെ ഇഷ്ടം തന്നെ. മൂന്നാമത് നമ്മുടെ ശ്രീകാന്തിന്റെ കാര്യത്തിൽ നമ്മുടെ അച്ഛന്റെ ഇഷ്ടം പോലെ ആയില്ല, അപ്പത്തേക്കും ഭയങ്കര തളർച്ച ചെയ്തു. അവരുടെ മക്കളുടെ മനസ്സും കൂടി അച്ഛൻ ഇത്രയ്ക്കും മക്കളോട് സ്നേഹമുള്ള ഒരു അച്ഛനല്ലേ, അപ്പൊ ഒരു മക്കളുടെ മനസ്സും കൂടി കാണണം എന്നുള്ളൊരു അഭിപ്രായം കൂടി ഉണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം, നമ്മുടെ ശ്രീകാന്തിനെ എന്തായാലും നമ്മുടെ അച്ഛൻ തിരിച്ചു വിളിക്കുമായിരിക്കും. ശ്രീകാന്തിനെ മറ്റുള്ളവരിങ്ങനെ അവഗണിച്ച പോലെ അച്ഛന് ഒരിക്കലും അവഗണിക്കാൻ സാധിക്കില്ല അല്ലെ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. മിക്കവാറും രേവതിയുടെ കാര്യത്തിൽ നമ്മുടെ അച്ഛൻ എത്രയും വേഗം തീരുമാനം ഉണ്ടാക്കും അല്ലെ. അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണും. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.